11 വിശുദ്ധ ക്ലാര. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനമനുസരിച്ച് പരിപൂർണമായ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ച ആദ്യത്തെ സന്യസ്തയായിരുന്നു വിശുദ്ധ ക്ലാര. 1194 ജൂലൈ 16 ഇറ്റലിയിലെ അസീസിയിലാണ് ക്ലാര ജനിച്ചത്. സൗന്ദര്യം, സദ്ഗുണങ്ങൾ, സവിശേഷമായ ബുദ്ധിസാമർഥ്യം എന്നിവയുടെ ഉടമയായിരുന്നു ക്ലാര. അവൾക്ക് 15 വയസ്സായപ്പോൾ മുതൽ നിരവധി പേർ വിവാഹാലോചനയുമായി അവളെ സമീപിച്ചു. എന്നാൽ ദിവ്യകാരുണ്യ ഭക്തിയും പ്രാർത്ഥനാരൂപിയും പ്രായശ്ചിത്ത ചൈതന്യവും പുലർത്തിയിരുന്ന ക്ലാര ഈശോയെ തന്റെ ആത്മീയ വരനായി സ്വീകരിച്ചിരുന്നു. ഒരു നോമ്പുകാലത്ത് അസീസി കത്തീഡ്രലിൽ വിശുദ്ധ ഫ്രാൻസിസ് ലോകവിരക്തിയെയും പരിഹാര മനോഭാവത്തെയും കുറിച്ച് പ്രസംഗിച്ചത് ക്ലാരയെ സ്പർശിച്ചു. ഓശാന ഞായറാഴ്ച മനോഹരമായി അണിഞ്ഞൊരുങ്ങി അവൾ പള്ളിയിൽ പോയി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. അന്ന് രാത്രി ക്ലാര തന്റെ പിതാവിന്റെ വീട് വിട്ട് ഫ്രാൻസിസിനെ കാണാൻ പോർസിംഗല ദേവാലയത്തിലേക്ക് പോയി. വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ സന്യാസ സഹോദരന്മാരും കത്തിച്ച തിരികളുമായി അവളെ സ്വീകരിച്ചു. അവളുടെ അലങ്കാര വസ്ത്രങ്ങൾ മാറ്റുകയും ഫ്രാൻസിസ് അവളുടെ മുടി മുറിക്കുകയും സാധാരണ ശിരോവസ്ത്രം, പരുപരുത്ത ഉടുപ്പ്, ചരട് എന്നിവ നൽകിക്കൊണ്ട് ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീകളുടെ മഠത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ക്ലാരയ്ക്ക് 18 വയസ്സായിരുന്നു പ്രായം. അവളുടെ പിതാവ് അവളെ കണ്ടെത്തി തന്റെ ഭവനത്തിലേക്ക് നിർബന്ധിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവൾ വിസമ്മതിക്കുകയും തനിക്ക് യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു ഭർത്താവുണ്ടാവുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവൾ ആഗ്രഹിച്ച വലിയ ഏകാന്തത അവൾക്ക് നൽകുന്നതിനായി ഫ്രാൻസിസ് മറ്റൊരു ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീ മഠമായ പാൻസോയിലെ വിശുദ്ധ ആഞ്ചലോ മഠത്തിലേക്ക് ക്ലാരയെ അയച്ചു. അധികം വൈകാതെ തന്നെ ക്ലാരയുടെ അനുജത്തി ആഗ്നസ് അവളോടൊപ്പം ഈ ആശ്രമത്തിൽ ചേർന്നു. ഫ്രാൻസിസ് സാൻ ദാമിയാനോ ദേവാലയത്തിന്റെ സമീപത്തായി അവർക്കായി ഒരു ഭവനമൊരുക്കി. അവിടെ ദൈവം അവൾക്ക് പുണ്യവതികളായ ഏതാനും സഹചാരിണികളെ നൽകി. തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഉപദേശത്തിൽ അവൾ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. അങ്ങനെ ഫ്രാൻസിസ്കൻ 2ാം സഭയ്ക്ക് ആരംഭം കുറിച്ചു. അവർ ലോകത്തിൽ നിന്നുള്ള ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിന്റെയും ലളിതമായ ജീവിതം നയിച്ചു. ക്ലാരയും അവളുടെ സഹസന്യാസിനിമാരും പാദരക്ഷകൾ ധരിക്കാതെ, മാംസം കഴിക്കാതെ ജീവിച്ചു. മിക്ക സമയത്തും അവർ നിശബ്ദത പാലിച്ചു. അനുദിന ജോലികളും പ്രാർത്ഥനയും അടങ്ങുന്നതായിരുന്നു അവരുടെ ജീവിതം. ആദ്യ നാളുകളിൽ ഫ്രാൻസിസ് അസീസി തന്നെയായിരുന്നു ഈ സഭാസമൂഹത്തെ നയിച്ചിരുന്നത്. പിന്നീട് 1216 ക്ലാര സന്യാസിനി സമൂഹത്തിന്റെ അധിപയായി. ഏതാണ്ട് 42 വർഷത്തോളം ക്ലാര സഹസന്യാസിനികളെ വളരെയേറെ ഉത്സാഹത്തോടും വിവേകത്തോടും കൂടി നയിച്ചു. ഇന്നസെന്റ് 4 മാർപ്പാപ്പയുടെ അനുവാദത്തോടെ പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതമായിരുന്നു വിശുദ്ധയും അവളുടെ സന്യാസിനി സമൂഹവും നയിച്ചു വന്നിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ അവർ പരിപൂർണമായും പിന്തുടർന്നിരുന്നു. ക്ലാരയുടെ മരണശേഷം അവർ സ്ഥാപിച്ച സന്യാസിനി സമൂഹം അവരുടെ ബഹുമാനാർത്ഥം വിശുദ്ധ ക്ലാരയുടെ സഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ സന്യാസിനി സമൂഹം ക്ലാരയുടെ ദരിദ്ര സന്യാസിനിമാരുടെ സമൂഹം അഥവാ പൂർ ക്ലെയേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സന്യാസിനി സമൂഹത്തിന്റെ നിയമാവലിയും ക്ലാര തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. നിഷ്പാതുകരായി നടക്കുക, വെറും നിലത്ത് കിടക്കുക തുടങ്ങി മറ്റുള്ള സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും വളരെ കർക്കശമായ ജീവിതമായിരുന്നു ഈ സന്യാസിനികൾ പാലിച്ചു വന്നിരുന്നത്. ദാരിദ്ര്യമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. 1224 ഫ്രെഡറിക് 2ാമന്റെ പട്ടാളക്കാർ അസീസിയെ ആക്രമിച്ചു. അവർ കോൺവെന്റിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ക്ലാര തന്റെ കയ്യിൽ പരിശുദ്ധ കുർബാനയടങ്ങുന്ന അരുളിക്ക ശത്രുക്കൾക്ക് കാണുന്ന വിധത്തിൽ വഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കരുതേ. നിന്റെ അമൂല്യമായ രക്തത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ. അതിനാൽ നിന്റെ ദാസികളെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും എന്നൊരു സ്വരം കേട്ടു. ആ നിമിഷം പെട്ടെന്ന് അക്രമികളെ ഒരു ഭയം ബാധിച്ചു. അവർ അസീസിയിലെ ആരെയും ഉപദ്രവിക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. വർഷങ്ങളോളം രോഗിയായി കഴിഞ്ഞിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. 1253 ഓഗസ്റ്റ് 9 ഇന്നസെന്റ് 4 മാർപ്പാപ്പ ക്ലാരയുടെ സന്യാസിനി സമൂഹത്തിന്റെ നിയമാവലി ഔദ്യോഗികമായി അംഗീകരിച്ചു. 2 ദിവസത്തിന് ശേഷം തന്റെ സമയമെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ക്ലാര അന്ത്യകൂദാശകൾ ഭക്തിപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് 1253 ഓഗസ്റ്റ് 11 തന്റെ 59ാമത്തെ വയസ്സിൽ തന്റെ ദിവ്യമണവാളന്റെ അടുത്തേക്ക് യാത്രയായി. മരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം 1255 സെപ്റ്റംബർ 26 അലക്സാണ്ടർ 4 മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. പരിപൂർണ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പുഷ്പമായിരുന്നു വിശുദ്ധ ക്ലാര. ലോകത്തിന്റെ ഭൗതിക വസ്തുക്കളിൽ ദരിദ്രയും എന്നാൽ തന്റെ സമ്പൂർണ്ണ ദാരിദ്ര്യത്തിൽ സമ്പന്നയുമായിരുന്നു വിശുദ്ധ.
പുൽക്കൂട് മുതൽ കുരിശുവരെ ദരിദ്രനായിരുന്ന യേശുവിൻ്റെ അനുയായികളുടെ ഉത്തമ മാതൃകയെന്നും വിശുദ്ധയെ വിശേഷിപ്പിക്കാം. ക്രിസ്തീയ ദാരിദ്ര്യത്തിൽ ആത്മീയത കണ്ടെത്തുവാൻ വിശുദ്ധ ക്ലാരയുടെ മാതൃക നമ്മെ സഹായിക്കും. വിശുദ്ധ ക്ലാരയുടെ ബസിലിക്കയുടെ നിർമ്മാണം 1260 പൂർത്തിയായി. 1260 ഒക്ടോബർ 3 വിശുദ്ധ ക്ലാരയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അവിടേക്ക് മാറ്റുകയും ഉയർന്ന അൾത്താരയുടെ അടിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വീണ്ടും വിശുദ്ധ ക്ലാരയുടെ ബസിലിക്കയുടെ ക്രിപ്റ്റിൽ പുതിയതായി നിർമ്മിച്ച ദേവാലയത്തിലേക്ക് മാറ്റി. 1958 പിയൂസ് 12 മാർപ്പാപ്പ ടെലിവിഷന്റെ രക്ഷാധികാരിയായി വിശുദ്ധ ക്ലാരയെ പ്രഖ്യാപിച്ചു. കാരണം വിശുദ്ധ ക്ലാര അസുഖബാധിതയായിരുന്നപ്പോൾ അവൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന തന്റെ മുറിയുടെ ചുമരിൽ കാണാനും അത് ശ്രവിക്കാനും ക്ലാരയ്ക്ക് കഴിഞ്ഞിരുന്നു. നേത്രരോഗങ്ങൾ ബാധിച്ചവരുടെയും സ്വർണ്ണപ്പണിക്കാരുടെയും വസ്ത്രമലക്കുന്നവരുടെയും സ്വർഗീയ മധ്യസ്ഥ കൂടിയാണ് അസീസിയിലെ വിശുദ്ധ ക്ലാര. വിശുദ്ധരായ സകലരുമേ, സ്വർഗനിവാസികൾ സകലരുമേ,